ഓക്കെ, നമുക്ക് ഇന്ന് എടുക്കാനുള്ളത് നമ്മളിപ്പോ ലൈൻ പഠിച്ചു. ലൈൻ വെച്ച ആംഗിളും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇതിന്റെ ഫിഗേഴ്സ് വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. വരച്ചു നോക്കാന്, ട്രൈ ചെയ്ത് നോക്കാന് ഫിഗേഴ്സ് വേണമെന്നുള്ളവർ ഒന്ന് പറഞ്ഞാൽ മതി, നമുക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാല് നമ്മൾ ലൈൻ കഴിഞ്ഞാല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മൾട്ടി ലൈൻ. ഈ മൾട്ടി ലൈൻ എന്താന്ന് വെച്ചാല് നമുക്ക് ഇപ്പൊ ആസ് എ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചവർക്ക് അറിയാം, നമുക്ക് കേബിൾ ട്രേ കാര്യങ്ങളൊക്കെ വരക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഡ്യൂട്ട് ആയാലും നമുക്ക് മൾട്ടി ലൈൻ ഉപയോഗിച്ചിട്ട് വരക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഷോർട്ട് കട്ട് മൾട്ടി ലൈൻ എന്ന് പറഞ്ഞാല് രണ്ട് ലൈനുകൾ പാരലൽ ആയിട്ട് വരുന്നതാണ് മൾട്ടി ലൈൻ. നമുക്ക് ഈ രണ്ട് ലൈനുകൾ മാത്രമല്ല, അതിൽ കൂടുതൽ ലൈനുകളെ വേണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വരക്കാൻ പറ്റും. സാധാ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒപ്പം തന്നെ ഒരു ലൈനും കൂടി പാരലൽ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് മൾട്ടി ലൈൻ. മനസ്സിലായില്ലേ? അപ്പോ സാധാരണ ആൾക്കാർ എന്താ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമ്മ ടൂൾ ഉപയോഗിച്ചിട്ട്, ഓഫ്സെറ്റ് എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിനെ മൾട്ടി ലൈൻ ആക്കും. അതിന് പകരം നമുക്കിവിടെ കണ്ട കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഡ്രോ ടൂളിൽ മൾട്ടി ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ അത് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. ഈ ഡ്രോ ടൂളിലുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് പിന്നെ മോഡിഫൈ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് സ്കിപ്പ് ചെയ്ത് വിടും. സ്കിപ്പ് ചെയ്യലല്ല, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂളാണ്. ആ മൾട്ടി ലൈൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മ ഇവിടെ വന്നു കഴിഞ്ഞാല് ഷോ മെനു ബാർ കൊടുത്തു കഴിഞ്ഞാല് ഇവിടെ ഡ്രോ ടൂളിലാണ് എടുക്കുന്നത് മൾട്ടി ലൈൻ. കണ്ടോ, ഇതാണ് മൾട്ടി ലൈൻ. ഓക്കെ, അപ്പൊ ഈ മൾട്ടി ലൈൻ ഇപ്പോ സിവിലാർക്ക് വരെ ഇത് യൂസ്ഫുൾ ആണ്. സിവിലാർക്ക് അറിയാം, വാൾ തിക്നെസ് 24 വരക്കാൻ പറഞ്ഞാല് അവര് എക്സൽ ലൈൻ എന്ന് പറഞ്ഞിട്ട് ലൈൻ ഉപയോഗിച്ചിട്ട് വരച്ചിട്ട് ഓഫ് സെറ്റ് ചെയ്തിട്ടാണ് 24 ആക്കുക. അതിന് പകരം ഈ മൾട്ടി ലൈൻ ML എന്നാണ് ഷോർട്ട് കട്ട്. അപ്പൊ ML എൻ്റർ അടിച്ചു കഴിഞ്ഞാല് നമുക്ക് മൾട്ടി ലൈന് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ ജസ്റ്റ് ഇങ്ങനെ വരക്കുമ്പോ കാണാൻ പറ്റും രണ്ട് ലൈനുകൾ ഇങ്ങനെ പാരലായിട്ട് വരുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്കെയിലിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് എത്ര ഗ്യാപ്പ് വരണം, ആ രണ്ട് ലൈനുകൾ, ആ രണ്ട് പാരലൽ ലൈനുകളുടെ ഡിസ്റ്റൻസ് എത്ര വരണം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അപ്പൊ ML എൻ്റർ അടിച്ചു കഴിഞ്ഞാല് ഇവിടെ സ്കെയില് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടോ. നമ്മൾ മൾട്ടി ലൈൻ വരക്കുന്നതിന് മുമ്പായിട്ട് സ്കെയില്, അപ്പൊ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണതിന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്, ആ ബ്ലൂ ലെറ്ററിൽ കാണുന്ന ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ML അടിക്കാം, എൻ്റർ അടിക്കാം, എന്ത് ചെയ്താൽ മതി, വേണ്ട ഡിസ്റ്റൻസ്. ഇപ്പോ നമുക്കിപ്പോ ഒരു 24 ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 24 എൻ്റർ അടിച്ചു കഴിഞ്ഞാല് നമുക്ക് ആ 24 ഡിസ്റ്റൻസിൽ കിട്ടും. അപ്പൊ യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. 24 എന്ന് പറഞ്ഞാൽ അത്ര മൈന്യൂട്ടാണ്, നമുക്കിപ്പോ യൂണിറ്റ് ഏതിലൊക്കെ എടുക്കണെന്ന് അറിയില്ല. അപ്പൊ യൂണിറ്റ് ആദ്യമേ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. ഇഞ്ചസിലാണ് എടുക്കുന്നത്, അതിപ്പോ സെന്റിമീറ്ററിലോ മില്ലിമീറ്ററിലോ ഏതിൽ വേണമെങ്കിലും ആക്കാം. ഇനിയിപ്പോ മൾട്ടി ലൈൻ എടുത്തു, എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. ഇനി നമുക്ക് വേണ്ട സ്കെയിൽ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് മൾട്ടി ലൈൻ കിട്ടും. 1 മിനിറ്റ്. ഇടാ, ഇതെന്ന് പറഞ്ഞാൽ അത്രയും ലിമിറ്റിലുള്ള വ്യത്യാസമാണ്. ടെംപ്ലേറ്റ് നമ്മളെ ACAD എടുത്തു, യൂണിറ്റ് സെറ്റ് ചെയ്തു, ഇഞ്ചസ് മാറ്റിയിട്ട് ഏതാക്കണം, നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതാക്കി കൊടുക്കാം. ML എൻ്റർ അടിച്ചു. ഓക്കെ, നമുക്ക് വരുന്നുണ്ട്, അളവ് കൊടുത്ത് നോക്കാം. 1 മിനിറ്റ്. ഇതിന്റെ ഗ്യാപ്പ് എത്ര, ML എൻ്റർ അടിച്ചു. സ്കെയിലിൽ നമുക്ക് വേണ്ടത് 24 കൊടുത്ത് എൻ്റർ അടിച്ചു. ഓക്കെ, 24 എന്ന് പറയുമ്പോ നല്ല ഗ്യാപ്പ് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? നമുക്കൊരു സ്കെയിലില് 5 എൻ്റർ അടിച്ചു. ഓക്കെ, അപ്പൊ സ്കെയിൽ എന്ന് പറഞ്ഞത് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് സ്കെയിലിൽ വരുന്നത്. അപ്പൊ ഈ മെഷറിൽ ക്യൂബ് ഡിസ്റ്റൻസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതെന്താണെന്ന് വെച്ചാല് 5.002 ഒക്കെ കാണിക്കുന്നത് നമ്മ പ്രിസിഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ്. നമ്മ 5 കൊടുത്തത്. ഈ പ്രിസിഷന് ഒരു സ്ഥാനം കിട്ടാൻ മതി കേട്ടോ. അപ്പൊ നമ്മൾ ക്യൂബ് മെഷർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് 5 ഡിസ്റ്റൻസ് വരുന്നത്. ക്ലിയർ ആയില്ലേ?
അപ്പൊ നമുക്ക് അങ്ങനെ സ്കെയില് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ നമ്മൾ ഇഞ്ചസിലൊക്കെ കിടന്ന കാരണമാണ്, യൂണിറ്റിൽ ഉള്ള വ്യത്യാസം കാരണമാണ് നമുക്ക് സിംഗിൾ ലൈൻ ആയിട്ട് കാണുന്നത്. അത് ഭയങ്കരമായിട്ട് സൂം ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ ML എൻ്റർ അടിക്കാം. ഇനി ഇതിൽ നമുക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? ഇപ്പൊ ഈ മൾട്ടി ലൈൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇപ്പോ ഒരു വാളുമ്മ കൂടി അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റെഫറൻസ് കൂടി ഒക്കെ വരക്കണമെന്ന് വിചാരിക്കും. ഇപ്പൊ ഒരു സീലിങ്ങിന്റെ മുകളിൽ കൂടി അല്ലെങ്കിൽ ഉള്ളിൽ കൂടി ഒക്കെ കേബിൾ ട്രേ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് റെഫറൻസ് എടുത്ത് വരക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ സമയത്ത് നമുക്ക് ഉപയോഗിക്കുന്നതാണ് നമ്മളെ ജസ്റ്റിഫിക്കേഷൻ. ഇപ്പൊ ഇവിടെ ഒരു ലൈന് ഇരിക്കുന്നുണ്ട്, നമ്മൾ F8 ഓൺ ആക്കിയിട്ട് സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇതാണ് എന്റെ റെഫറൻസ് ആയിട്ട് ഞാൻ എടുക്കുന്നത്, ഈ ഒരു ലൈനിനെ. അപ്പൊ ML എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സ്കെയില് ഞാനൊരു 5 തന്നെ കൊടുത്തു. ഇനി ഞാൻ വരക്കണ സമയത്ത് ജസ്റ്റിഫിക്കേഷനിൽ കുറെ ഓപ്ഷൻ ഉണ്ട്, ടോപ്പ്, സീറോ, ബോട്ടം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഈ ടോപ്പ് ഇട്ട് കഴിഞ്ഞാല് മൾട്ടി ലൈനിന്റെ പിക് പോയിന്റ് എന്ന് പറയണത്, അതായത് മൾട്ടി ലൈന് സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയണത് ആ ടോപ്പ് ലൈനിലായിരിക്കും. മനസ്സിലായില്ലേ? കണ്ടാ, ആ മൾട്ടി ലൈനിന്റെ പിക് പോയിന്റ് അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് പോയിന്റ് ആ ഒരു ടോപ്പ് ലൈൻ ആയിരിക്കും. അതിലായിരിക്കും നമുക്ക് ആ റെഫറൻസ് കൊടുക്കാൻ പറ്റുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ മൾട്ടി ലൈനിൽ ജസ്റ്റിഫിക്കേഷനിൽ ബോട്ടം കൊടുത്താൽ എന്തായിരിക്കും? മൾട്ടി ലൈനിൽ ജസ്റ്റിഫിക്കേഷനിൽ ബോട്ടം കൊടുത്താൽ എന്തായിരിക്കും? ബോട്ടം കൊടുത്താൽ ആ പിക് പോയിന്റ് താഴെ ആയിരിക്കും. മൾട്ടി ലൈനിന്റെ ബോട്ടം ലൈൻ ആയിരിക്കും നമുക്ക് എന്ത് വരാ, പിക് പോയിന്റ് ആയിട്ട് വരാം കേട്ടോ. ഇനിയിപ്പോ ML അടിച്ചു എൻ്റർ അടിച്ചു. ജസ്റ്റിഫിക്കേഷനിൽ നമുക്കിപ്പോ സീറോ കൊടുത്താൽ എന്തായിരിക്കും? മൾട്ടി ലൈനിന്റെ സെന്റർ ആയിരിക്കും പിക് പോയിന്റ് ആയിട്ട് വരാം. രണ്ട് ലൈനിന്റെ ഇടയിൽ കൂടി ആയിരിക്കും നമുക്ക് ആ പിക് പോയിന്റ് ലഭിക്കുക കേട്ടോ. ഇതാണ് മൾട്ടി ലൈനിന്റെ ജസ്റ്റിഫിക്കേഷൻ. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഒരു കോൺഡ്യൂട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, അപ്പൊ ഇതിന് ചുറ്റും കേബിൾ ട്രേ വരക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ ബേസ് ചെയ്ത് നമുക്കൊരു കേബിൾ ട്രേ വരക്കണം. ഇതാണ് നമ്മളെ കോൺഡ്യൂട്ട് പോകുന്നത്. കോൺഡ്യൂട്ട് ഓക്കെ, നമ്മളെ കോൺഡ്യൂട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. 1 മിനിറ്റ്. ഇത് നമുക്ക് മൾട്ടി ലൈൻ ഉപയോഗിച്ച് വരക്കാം കേട്ടോ. ഓക്കെ, ഇങ്ങനെ നമ്മളെ കോൺഡ്യൂട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന് ചുറ്റും ഒരു കേബിൾ ട്രേ നമുക്ക് വരക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഈ കേബിൾ ട്രേ വരക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ML അടിച്ച് എൻ്റർ അടിച്ചിട്ട് ജസ്റ്റിഫിക്കേഷൻ എന്ത് വേണം? ബോട്ടം വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഈ ബോട്ടം പോയിന്റ് കിട്ടണമെങ്കിൽ ഈ സെന്റർ പോയിന്റ് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലൈൻ ഇങ്ങനെ ജസ്റ്റ് വരച്ചു കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക? ML എൻ്റർ അടിക്കുക, ജസ്റ്റിഫിക്കേഷൻ ബോട്ടം കൊടുത്തു. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡിസ്റ്റൻസ് കൊടുക്കണം കേട്ടോ. ML എൻ്റർ ജസ്റ്റിഫിക്കേഷനിൽ ബോട്ടം കൊടുത്തു. സ്കെയിലിൽ ഞാനൊരു 10 ഡിസ്റ്റൻസ് കൊടുത്തു. പിന്നെ എന്താ ചെയ്യാ? ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വരക്കാം. ഇത് ടോപ്പിലാണ് ഇപ്പൊ കിടക്കുന്നത്. ഓക്കെ, എന്നിട്ട് ജസ്റ്റിഫിക്കേഷനിൽ ബോട്ടം കൊടുത്തു. ബോട്ടല്ല കൊടുക്കേണ്ടത്, സീറോ ആണ് കേട്ടോ. എന്റെ മിസ്റ്റേക്ക് ആണ്. നമ്മ ജസ്റ്റിഫിക്കേഷനിൽ എന്താ കൊടുക്കേണ്ടത്? സീറോ. എന്നിട്ട് ഇതിന്റെ സെന്റർ എടുത്തിട്ട് വരച്ചു കൊടുക്കുക. കണ്ടോ, ഇങ്ങനെയാണ് നമ്മ വരച്ചു കൊടുക്കേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു കേബിൾ ട്രേ ഒക്കെ സിമ്പിൾ ആയിട്ട് വരച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് മൾട്ടി ലൈനിന്റെ ജസ്റ്റിഫിക്കേഷനും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൾട്ടി ലൈൻ സ്റ്റൈൽ ഉണ്ട്. അതായത് മൾട്ടിപ്പിൾ ലൈന് കൂടുതൽ ലൈനുകൾ ആഡ് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. അതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കേബിൾ ട്രേന്റെ പൈപ്പും ഒരുമിച്ച് നമുക്ക് വരക്കാൻ പറ്റും. നമുക്ക് എന്ത് വേണ്ട, സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് മൾട്ടി ലൈൻ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് ഫോർമാറ്റിൽ വന്നു കഴിഞ്ഞാല് ഇവിടെ മൾട്ടി ലൈൻ സ്റ്റൈല് ഷോർട്ട് കട്ട് വരുന്നത് MLST ആണ് വരുന്നത്. അപ്പൊ അതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാൻഡേർഡ് ലൈൻ ഉണ്ട്. ഒരിക്കലും നമ്മൾ സ്റ്റാൻഡേർഡിനെ മോഡിഫൈ ചെയ്യരുത്. ഓക്കെ, നമ്മ ന്യൂ എടുത്തിട്ട് നമ്മ പേര് കൊടുക്കാം. ഇപ്പൊ സപ്പോസ് ABC ഒരു ലൈനിന്റെ പേര് കൊടുത്തു. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ 2 ലൈന് ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവും. നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ലൈൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോ ന്യൂ കൊടുത്ത് ABC പേര് കൊടുത്തു. നമ്മൾ എന്ത് ചെയ്തു?
ഇവിടെ 2 ലൈന് ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, ഈ 2 ലൈൻ എന്ന് പറയുന്നത് ഒരെണ്ണം പോസിറ്റീവും അതായത് 0.5ഉം ഒരെണ്ണം നെഗറ്റീവ് -0.5ലാണ് എടുക്കുന്നത്. കണ്ടോ? അപ്പൊ ഇതിന്റെ സെന്ററിലായിട്ട് ഒരെണ്ണം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് 0-ല് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ 0-ന്ന് മുകളിലോട്ട് 0.5ഉം 0-ന്ന് താഴോട്ട് 0.5ഉം ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. ഇനിയിപ്പോ എനിക്ക് എന്ത് ചെയ്യണം? ഏറ്റവും ടോപ്പിക്ക് ഒരെണ്ണൂടെ വരണമെന്നുണ്ടെങ്കിൽ ഓഫ് സെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 1 കൊടുക്കുക, എന്നിട്ട് ആഡ് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്തായി? 0.5 മുകളിലോട്ടും കിട്ടി. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇതിനെ സെലക്ട് ചെയ്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ കൊടുക്കാം. ഇവിടെ ഞാൻ ഒന്നാമത്തേന് റെഡ് കൊടുത്തു, രണ്ടാമത്തേന് യെല്ലോ കൊടുത്തു, മൂന്നാമത്തെ ലൈനിന് നമുക്ക് വേണ്ട ഗ്രീന് കൊടുത്തു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നാലാമത്തേന് ഒരു മജന്ത കളർ കൊടുത്തു. ഇനിയിപ്പോ നടുവിലിരിക്കുന്ന ലൈൻ കണ്ട, ആ ലൈന് ഞാൻ എന്താ ലൈൻ ടൈപ്പ് കൊടുക്കാണ്. അപ്പൊ ലൈൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡോട്ടഡ് ലൈൻ, അങ്ങനത്തെ ലൈൻ ടൈപ്പ് കൊടുക്കണം. അപ്പൊ ലൈൻ ടൈപ്പും ലൈൻ വെയിറ്റും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ ഇതില് ലൈൻ ടൈപ്പ് നമ്മൾ ജസ്റ്റ് ലോഡ് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കുറെ തരം ലൈൻ ടൈപ്പ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ലൈൻ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഞാൻ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു 6 ആഗ് രീതിയിലുള്ള ലൈൻ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിനെ സെലക്ട് ചെയ്ത് ഓക്കെ പറഞ്ഞു. ഇപ്പൊ ഇവിടേക്ക് ലോഡായി വന്നിട്ടുണ്ട്. ഇനി ലോഡ് ആദ്യം സെലക്ട് ചെയ്ത് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിന് ലൈൻ ടൈപ്പ് 6 ആഗ് കൊടുത്തിട്ടുണ്ട്. കണ്ട, ഗ്രീനില് 6 ആഗ് കൊടുത്തു. ഇനിയിപ്പോ നമുക്ക് ലൈനിന്റെ സ്റ്റാർട്ടിങ് പോയിന്റും എൻഡിങ് പോയിന്റും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാം. ഇങ്ങനെ കണ്ടോ? ഓക്കെ, അങ്ങനെ ക്ലോസ് ചെയ്യാം. ഇവിടെ ഔട്ടർ ക്യാപ്പ് എന്നാണ് പറയാ, എൻഡ് ക്യാപ്പ് എന്നൊക്കെ പറയും. ഇനി ഔട്ടർ ആർക്കും ഇന്നർ ആർക്കും, ഔട്ടർ ആർക്ക് 2 ഭാഗത്തും സ്റ്റാർട്ടിങ് എൻഡിങ് ക്ലോസ് ചെയ്യാം. ഇന്നർ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്? സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആംഗിൾ ഒരു 45 എൻഡർ കൊടുത്ത ഒരു സ്ലോപ്പ് കിട്ടും. മനസ്സിലായല്ലേ? അപ്പൊ ആ സ്ലോപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ 90 തന്നെ കൊടുത്തു വിടാം കേട്ടോ. ഇനി ഇവിടെ ഫിൽ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഫിൽ കളർ എന്ന് വെച്ചാൽ ഉള്ളിലൊരു കളർ മൊത്തമായിട്ട് നിറഞ്ഞു വരും. അപ്പൊ അത് കൊടുക്കുന്നില്ല, ഫിൽ കളർ കൊടുക്കുന്നില്ല. അപ്പൊ ഈ കളർ നമുക്ക് കാണില്ല. ഇപ്പൊ ഫിൽ കളർ ആയിട്ട് മഞ്ഞ കൊടുത്തു കഴിഞ്ഞാല് ഈ ഒരു റെക്ടാങ്കിൾ വരക്കുന്നതിന്റെ ഉള്ളു മൊത്തം മഞ്ഞായിരിക്കും. അപ്പൊ നമുക്ക് ആ മഞ്ഞ ലൈന് കാണില്ല. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഡിഫറെന്റ് കളർ ഒന്നും കൊടുത്ത് വെറൈറ്റി കളർ ഒന്നും കൊടുത്ത് ചെയ്ത് നോക്കി നോക്കും കേട്ടോ. എന്നിട്ട് ഓക്കെ പറഞ്ഞു. ഇപ്പൊ സെറ്റ് കറന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരക്കാൻ പോണതൊക്കെ നമുക്ക് ABC എന്ന് പറഞ്ഞ ലൈൻ ആയിരിക്കും. ഞാൻ സെറ്റ് കറന്റ് പറയാണ്ട് ഇത് ക്ലോസ് ചെയ്തു. ഇനി ML അടിക്കുമ്പോ നമുക്ക് ഇവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ? അതില് നമ്മ എന്ത് ചെയ്യാ? നമ്മളെ പേര് കൊടുക്കുക. ABC എൻ്റർ അടിക്കുക. 1 മിനിറ്റ്. ABC എൻ്റർ അടിക്കുക. നമ്മ ഓപ്പൺ പറഞ്ഞിട്ട് 1 മിനിറ്റ് കേട്ടോ. അവിടെ ഏടാന്ന് ചെക്ക് ചെയ്യാട്ടോ. അയ്യോ, ഞാൻ ഓക്കെ അല്ലല്ലേ, ക്ലോസ് ആ കൊടുത്തത്, സോറി. അപ്പൊ നമുക്ക് ഇവിടെ ഒരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്യാം. ആഡ് നമ്മൾ 0-ല് 1-ൽ ആഡ് ചെയ്തിട്ടുണ്ട്. കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരെണ്ണത്തിന് നമ്മൾ 0-ന് ലൈൻ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 6 ആഗ് ലൈൻ ടൈപ്പ്. ഓക്കെ പറഞ്ഞു. 6 ആഗിന് ഓക്കെ പറഞ്ഞു ലോഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഇതും ക്ലോസ് ചെയ്തു. ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ആ സ്റ്റാൻഡേർഡിനെ തന്നെയാണ് മോഡിഫൈ ചെയ്തത് കേട്ടോ. ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ന്യൂ എടുത്തിട്ട് തന്നെ ചെയ്തോളാം കേട്ടോ. MLSTയില് നമ്മ ന്യൂ എടുത്ത് പേര് കൊടുത്തിട്ട് തന്നെ ചെയ്തോണ്. കണ്ടിന്യൂ പറഞ്ഞു. നമുക്കിവിടെ ആഡ് കൊടുത്തു. 0-ല് ആഡ് കൊടുത്തു. 1-ലൊരു ആഡ് കൊടുത്തു. ഇനി 0-ല് നമ്മ എല്ലാത്തിനും കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു. റെഡ്, യെല്ലോ, ഗ്രീന്, നമ്മളിവിടെ കളർ കൊടുത്തു. ഇനി വേണമെന്നുണ്ടെങ്കിൽ 0-ന് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈൻ ടൈപ്പ് 6 ആഗ് രീതിയിൽ കൊടുത്തിടാം. ഓക്കെ പറഞ്ഞു. ഇവിടെ സെലക്ട് ചെയ്ത് ഓക്കെ പറഞ്ഞു.
ഇനി നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് എൻഡിങ് ക്ലോസ് ചെയ്തിടാം. ഞാൻ ഫിൽ കളർ കൊടുക്കുന്നില്ല. ഫിൽ കളർ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൊടുത്താൽ മതി. ഇനി ഓക്കെ പറഞ്ഞു. ഇനിയിപ്പോ നമ്മ എം എൽ എൻ്റർ അടിക്കുമ്പോൾ ഇവിടെ സ്റ്റൈലിൽ നമ്മ കൊടുത്തുള്ള ABC എന്ന് പറഞ്ഞ പേര് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരക്കണ മൊത്തം നമ്മളെ ആ ഒരു ലൈൻ ആയിരിക്കും. ക്ലിയർ ആയോ? മനസ്സിലായോ? നമ്മ കൊടുത്ത ഇതും നമ്മളാ എല്ലാതും ഇതിൽ വന്നിട്ടുണ്ട്. ഫിൽ കളർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ മൊത്തമായിട്ട് ആ കളർ വരും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിന്റെ സ്കെയിലിങ് നമ്മ സ്കെയില് കൊടുത്തിട്ട് സ്കെയില് ചെയ്യാന്ന് പറഞ്ഞാല് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സ്കെയില് വരുന്നത് നമ്മളെ ഡിഫോൾട്ട് ആയിട്ടുള്ള 2 ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിലാണ് സ്കെയില് മെയിൻ ആയിട്ട് വരിക. അതായത് ML എൻ്റർ അടിക്കുമ്പോൾ നമ്മ സ്കെയില് കൊടുക്കുന്നു. ഇപ്പൊ ഞാനൊരു 10 തന്നെ കൊടുത്തു കഴിഞ്ഞാല് നമ്മിങ്ങനെ വരക്കില്ലേ? ആ വരക്കുമ്പോ നമ്മളെ ഡിഫോൾട്ട് ലൈൻ ഉണ്ട്. അതായത് ഏറ്റവും 0യും -0.5ഉം 0.5 ആണ് നമ്മുടെ ഡിഫോൾട്ട് ലൈന്. അപ്പൊ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ഈ 10 വരാം. കണ്ട, അവ തമ്മിലുള്ള 1 മിനിറ്റ് ഡിഫോൾട്ട് ലൈനുകൾ തമ്മിലുള്ള ലൈൻ ആയിരിക്കും നമുക്ക് 10 വരാം കേട്ടാ. കണ്ട, ഇപ്പൊ നമ്മ 10 കൊടുത്തു കഴിഞ്ഞാല് നമുക്കറിയണം ഏതാ 2 ലൈനാണ് ഡിഫോൾട്ട് ലൈൻ. അവ തമ്മിലുള്ള ലൈനുകൾ തമ്മിലാണ് നമുക്ക് എന്ത് വരാ 10 വരാ. ഇനിയിപ്പോ നമുക്ക് മുകളിലോട്ട് കണ്ട ഈ 10ന്റെ പകുതി ആയിരിക്കും മുകളിലോട്ടേക്ക് പോയിട്ടുണ്ടാവുക. അതായത് 1 നമ്മ കൊടുത്തത്, മനസ്സിലായില്ലേ? ടോട്ടൽ എന്ന് പറഞ്ഞത് 10. മുകളിലോട്ട് നമ്മ ഈ 0.5ഉം കൂടി പ്ലസ് 1 കൊടുത്തിട്ട് 0.5 മുകളിലോട്ടും കൊടുത്തിട്ടുള്ളത്. ഇവിടെ വരെ 0.5 മുകളിലോട്ട് നമ്മ 1 അളവ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പകുതിയാണ് നമുക്ക് മുകളിലോട്ടേക്ക് പോവാ. ഈ ടോട്ടൽ ഡിസ്റ്റൻസിന്റെ ഡിഫോൾട്ട് ലൈനുകളുടെ ടോട്ടൽ ഡിസ്റ്റൻസിന്റെ പകുതിയാണ് നമുക്ക് മുകളിലോട്ടേക്ക് പോവാ. അപ്പൊ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായി? 15 ആയിരിക്കും വരാം. ആണോ? 15 ആയിരിക്കും നമുക്ക് വരാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളെ 2 ലൈനുകളുണ്ട്. ഇത് നമുക്ക് ഒരെണ്ണം ഇവിടെ നമ്മ സെന്ററിൽ വരച്ചിട്ടുള്ളതാണ് 0 ലൈന്. അത് നമ്മ നോക്കണ്ട, അത് കൺസിഡർ ചെയ്യണ്ട. അത് കറക്റ്റ് അതിന്റെ സെന്ററിലായിട്ട് വരും. ഈ 2 ലൈനുകൾ തമ്മില് നമ്മ ഇവിടെ 0.5 കൊടുത്തു, -0.5 കൊടുത്തു, മുകളിലോട്ട് 0.5 കൊടുത്തു. മുകളിലോട്ട് നമ്മ 1 കൊടുത്തത്. ഈ 1 എന്ന് പറയണത് ഈ മുകളിലോട്ടുള്ള 0.5 ആണ്. ഇതിൽ കൂടെ നമ്മൾ സെലക്ട് ചെയ്തത് ഇതിന്റെ ഒരു 0.5 കൂടിയാണ് മുകളിലോട്ട് പോകുന്നത്. അപ്പൊ ഈ ടോട്ടൽ ഡിസ്റ്റൻസിന്റെ പകുതി ആയിരിക്കും മുകളിലോട്ട് പോകുന്നത്. അതൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞതിൽ എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. ഡൗട്ട് ഉള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഡൗട്ട് ഉള്ളവർ ഒന്ന് ജസ്റ്റ് വാട്സപ്പിൽ അങ്ങനെ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടോട്ടൽ ഡിസ്റ്റൻസ് സ്കെയിലിൽ വരുമ്പോൾ ഡിഫോൾട്ട് ആയിട്ടുള്ള 2 ലൈനാണ്. അതിന്റെ പകുതി ആയിരിക്കും മുകളിലോട്ടേക്ക് വരാം. അതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് മൾട്ടി ലൈൻ സ്റ്റൈൽ. ഇനിയിപ്പോ നമുക്ക് സാധാ ഇതിക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ സ്റ്റൈലിൽ വന്നിട്ട് സ്റ്റാൻഡേർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളെ സ്റ്റൈലിന്റെ പേര് സ്റ്റാൻഡേർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ MLS എൻ്റർ അടിച്ചിട്ട് നമ്മ ഇതിനെ ABC ഇതിനെ സെറ്റുകാരന്റെ ആയാലും പറഞ്ഞാൽ മതി. ഓക്കെ, ഇപ്പൊ ഇതിനെ സെറ്റുകാരൻ്റെ പറഞ്ഞാൽ ഇതായിരിക്കും പിന്നെ വരാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ സെറ്റുകാരൻ്റെ പറയാം. അപ്പൊ അതാണ് മൾട്ടി ലൈൻ സ്റ്റൈൽ. ഇനി മൾട്ടി ലൈനിൽ തന്നെ നമുക്ക് മൾട്ടി ലൈൻ എഡിറ്റ് ചെയ്യാം. ഇപ്പോ മൾട്ടി ലൈൻ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ML എൻ്റർ ഇങ്ങനെ നമുക്ക് എന്തുണ്ട് ലൈനുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ MLED എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, മൾട്ടി ലൈൻ എഡിറ്റ്. ഇപ്പൊ ഇതില് കണ്ട MLED എന്ന് അടിച്ചാൽ മതി. നമുക്ക് ഇതില് ഇവിടെ ഓപ്ഷനിൽ ഉണ്ടാവില്ല, അത് നമ്മ അഡീഷണൽ ആയിട്ട് ഉള്ളതാണ്. അപ്പൊ ഓക്കെ, അപ്പൊ MLED മൾട്ടി ലൈൻ എഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതില് കണ്ട നമുക്ക് ഇവിടെ കാണാൻ പറ്റും ക്ലോസ്ഡ് ക്രോസ്, ക്ലോസ്ഡ് T എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതെടുക്ക, ക്ലോസ്ഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ ഇതെടുക്കാം. നമുക്കിപ്പോ ഇതിനെ സെലക്ട് ചെയ്തു, ഇതിനെ സെലക്ട് ചെയ്ത് തന്നെ കണ്ട ആ നടുവിലത്തത് കട്ടായി പോവും. ഓക്കെ, ഇനി ക്ലോസ്ഡ് T എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
ഇതിനെ സെലക്ട് ചെയ്തു, ഇതിനെ സെലക്ട്, ഈ ഒരു ലൈനെ സെലക്ട് ചെയ്തു, ഇതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിയിലോട്ട് ഉണ്ടാവില്ല, ഒരു T ആയിട്ട് കിട്ടും. ഇനി കോർണർ ജോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. കോർണർ ജോയിന്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇതും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോർണർ ജോയിന്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അതിലത്തെ അല്ലാതെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാല് ഓപ്പൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഓപ്പൺ ക്രോസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തു, ഇതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നടുവിൽ നമുക്ക് ക്രോസ് കിട്ടും. ഇനിയിപ്പോ കട്ട് സിംഗിൾ എന്ന് പറഞ്ഞാല് ഒരു ലൈനിനെ നമുക്ക് കട്ട് ചെയ്യണം ഇത്ര ഡിസ്റ്റൻസില്. അപ്പൊ ഇതെടുക്കാം, ഇതിനെ സെലക്ട് ചെയ്ത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ അവിടുന്ന് നമുക്ക് ആ ഡിസ്റ്റൻസിൽ നിന്ന് കട്ടിങ് വരും. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ വെൽഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ട. വെൽഡ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തതിനെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, വെൽഡിങ് കിട്ടും. പിന്നെ നമുക്ക് വരുന്നത് ആഡ് വെർട്ടെക്സ് എന്നാ വരുന്നത്. ആഡ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ എഡിറ്റിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു വെർട്ടെക്സിനെ നമുക്ക് ഇങ്ങനെ നമ്മൾ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോ ഡിലീറ്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, നമ്മൾ ചെയ്ത ആ വെർട്ടെക്സിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി മെർജ് ടി ഉണ്ട്, മെർജ്ഡ് ക്രോസ് ഉണ്ട്, 2 ലൈനുകൾ മെർജ് ചെയ്യാൻ ഓപ്പൺ ടി ഉണ്ട്. ഇതെല്ലാതും നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാല് സാധാ ആൾക്കാർ ട്രിം ഇതൊക്കെ വെച്ച് ചെയ്യും. അതായത് ഡിലീറ്റ് ചെയ്യാനുള്ള ട്രിം ഓപ്ഷൻ ഒക്കെ ഉണ്ട്, അത് നമ്മൾ ഫർദർ ക്ലാസ്സിൽ പഠിക്കും. ഫില്ലറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യും. പക്ഷെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാട്ടോ. അപ്പൊ ഇതാണ് മൾട്ടി ലൈൻ. അപ്പൊ ലൈനുകൾ നമ്മൾ നോർമൽ ലൈൻ പഠിച്ചു, മൾട്ടി ലൈൻ പഠിച്ചു. ഇനി നെക്സ്റ്റ് ആണ് പോളി ലൈൻ. പോളി ലൈൻ എന്ന് പറഞ്ഞാല് നോർമൽ ലൈൻ എങ്ങനെയാണ്? നോർമൽ ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാല് ഓരോ സെഗ്മെന്റ് ആയിട്ടാണ് ഉണ്ടാവുക, കണ്ട. പക്ഷെ പോളി ലൈൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പോളി ലൈൻ എന്ന് പറഞ്ഞാല് നമ്മൾ വരച്ചു കഴിഞ്ഞാല് ഒരൊറ്റ ലൈൻ ആയിരിക്കും, കണ്ട. ഒരൊറ്റ സിംഗിൾ ലൈനർ ആയിരിക്കും, എല്ലാ ജോയിന്റും വെൽഡഡ് ആയിരിക്കും. ഓക്കെ, ഈ പോളി ലൈനിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇതിന്റെ നോർമൽ ലെങ്ത് നമ്മൾ അറിയാലോ, നമുക്ക് ഡിസ്റ്റൻസിന്റെ ലെങ്ത് വെച്ച് അടിച്ചു കൊടുക്കാം. അതല്ലാണ്ട് ഇവിടെ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ. അപ്പൊ വിഡ്ത്ത് എടുത്തു കഴിഞ്ഞാല് നമുക്കൊരു സ്റ്റാർട്ടിങ് വിഡ്ത്ത് ചോദിക്കും. സ്റ്റാർട്ടിങ് വിഡ്ത്ത് ഞാൻ 5 കൊടുത്തു, എൻഡിങ് വിഡ്ത്തും 5 കൊടുത്തു. അപ്പൊ യൂണിഫോം ആയിട്ട് 5 വിഡ്ത്തിൽ നമുക്ക് ലൈൻ കിട്ടും. ക്ലിയർ ആയില്ലേ? അതായത് പോളി ലൈനിന്റെ ഷോർട്ട്കട്ട് PL എൻ്റർ ആണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, നമ്മ വിഡ്ത്ത് W എൻ്റർ അടിക്കുക. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് സ്റ്റാർട്ടിങ് വിഡ്ത്തും എൻഡിങ് വിഡ്ത്തും കൊടുക്കാം. യൂണിഫോം ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂണിഫോം വിഡ്ത്തിൽ എന്തായിരിക്കും, പോളി ലൈൻ കിട്ടും. ഓക്കെ, ഇപ്പൊ നമുക്ക് യൂണിഫോം അല്ലാണ്ട് നമുക്ക് കൊടുത്തു നോക്കാം. സ്റ്റാർട്ടിങ് വിഡ്ത്ത് ഞാനൊരു 5 കൊടുത്തു, എൻഡിങ് വിഡ്ത്ത് ഞാനൊരു 10 കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പൊ വേണ്ട, 5 സ്റ്റാർട്ട് ചെയ്തിട്ട് 10 എൻഡ് ചെയ്യണ ഒരു പോളി ലൈൻ കിട്ടും. പിന്നെ നമ്മ എൻഡിങ് വിഡ്ത്തിൽ തന്നെ ആയിരിക്കും വീണ്ടും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലൈൻ വരാം കേട്ടോ. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ഏരോ ഹെഡ്, ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഏരോ ഹെഡ് ഒക്കെ വരക്കാം. പോളി ലൈൻ എടുത്തു, ക്ലിക്ക് ചെയ്തു, വിഡ്ത്തിൽ സ്റ്റാർട്ടിങ് വിഡ്ത്ത് 0 കൊടുത്തു, എൻഡിങ് വിഡ്ത്ത് ഞാനൊരു 5 കൊടുത്തു. കണ്ടോ, 0 5 നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ എൻഡിങ് വിഡ്ത്തിലായിരിക്കും വരാം. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും വിഡ്ത്ത് എടുക്കുക. സ്റ്റാർട്ടിങ് വിഡ്ത്ത് 2 കൊടുത്തു, എൻഡിങ് വിഡ്ത്ത് 2 കൊടുത്തു. കണ്ടോ, ഇങ്ങനെ നമുക്കൊരു ഏരോ ഹെഡ് ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം. ഇനി ഇവിടെ ഏരോ ഹെഡ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് വിഡ്ത്ത് എടുത്ത് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, വിഡ്ത്ത് എടുത്തു, സ്റ്റാർട്ടിങ് വിഡ്ത്ത് നമ്മൾ എത്ര കൊടുത്ത 5, എൻഡിങ് വിഡ്ത്ത് 0 കൊടുത്തു, തിരിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ നമുക്ക് ഏരോ ഹെഡ് ഒക്കെ ക്ലിയർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമുക്കിവിടെ ഒരു റെക്ടാംഗിൾ ഉണ്ട്. അപ്പൊ ചിലപ്പോ നമുക്ക് കേബിൾ ട്രേന്റെ ഉള്ളിലൊക്കെ കേബിൾ ട്രേ ലൈനിങ് ചെയ്യേണ്ടി വരും. അതായത് ഉള്ളിൽ തന്നെ നമുക്ക് ഫില്ല് ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പോളി ലൈൻ ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഈ പോളി ലൈൻ ഉപയോഗിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാല്, പോളി ലൈനിൽ നമുക്ക് ഹാഫ് വിഡ്ത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഹാഫ് വിഡ്ത്ത് എന്ന് പറഞ്ഞാല് വിഡ്ത്തിന്റെ പകുതി കൊടുത്തു കഴിഞ്ഞാല് ഇരട്ടിയിൽ കിട്ടും. നോർമൽ വിഡ്ത്ത് എന്ന് പറഞ്ഞാല് ടോട്ടൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ടോട്ടൽ വിഡ്ത്തിലായിരിക്കും
പോളിലൈൻ വരാം. ഇപ്പൊ സപ്പോസ് ഇവിടെ നമുക്ക് ഡൈമെൻഷൻ നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇതെന്ന് പറഞ്ഞത് 50 ഇതിന്റെ ഡിസ്റ്റൻസ്. ഈ ഒരു റെക്ടാംഗിൾ ഞാൻ വരച്ചുള്ളത് 50 ഡിസ്റ്റൻസിലാണ് എല്ലാ വശവും. അപ്പൊ എനിക്ക് എന്ത് വേണം, ഇത് മൊത്തമായിട്ട് ഇതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത രീതിയിൽ കിട്ടണം അല്ലേ. അപ്പൊ ഈ പോളിലൈൻ എടുത്തിട്ട് നമുക്ക് ഇതിന്റെ സെന്റർ പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് വിഡ്ത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഹാഫ് വിഡ്ത്തിൽ ഞാൻ എന്ത് ചെയ്തു, പകുതി 50ന്റെ പകുതി 25 കൊടുത്തു. എൻഡിങ്ങും സ്റ്റാർട്ടിങ്ങും കണ്ട 50ന്റെ പകുതി ഞാൻ കൊടുത്തപ്പോ ആ സെന്ററിൽ നിന്ന് 25 മുകളിലോട്ടും 25 താഴോട്ടൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കിട്ടി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഹാഫ് വിഡ്ത്ത് എന്ന് പറഞ്ഞാല് നമുക്ക് പകുതി കൊടുത്താൽ മതി. ഇപ്പൊ 25 കൊടുത്തപ്പോ മുകളിലോട്ട് ഒരു പോർഷൻ 25 ഫില്ലായി, താഴോട്ട് 25 കിട്ടി. അങ്ങനെ ടോട്ടൽ 50-ലെത്തി. ഹാഫ് വിഡ്ത്തിന്റെ പ്രത്യേകത അതാണ്. അത് മനസ്സിലാക്കാട്ടോ, അത് സിമ്പിൾ ലോജിക്കാണ്. ഹാഫ് വിഡ്ത്ത് എന്ന് പറഞ്ഞാല് പകുതി വിട്ട് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് മൊത്തമായിട്ട് കിട്ടും. ഓക്കെ. ഇനി പോളിലൈൻ തന്നെ ആർക്കൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാല് ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് ആർക്ക് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ റേഡിയസ് ഒക്കെ കൊടുത്തിട്ട് ആർക്ക് വരക്കാം. കാരണം നമുക്ക് ഇങ്ങനെ ആർക്ക് വരക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി അത് യൂസ് ചെയ്യുന്നത്. അതൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. അത് ഇമ്പോർട്ടന്റ് അല്ല നമുക്ക്. ഓക്കെ. ഇപ്പൊ പോളിലൈൻ കഴിഞ്ഞ് ഇത് നമുക്ക് എക്സൽ ലൈൻ ആണ്. അപ്പൊ നമ്മ ഏതൊക്കെ പഠിച്ച, മൾട്ടി ലൈന്, പോളിലൈന്. മൾട്ടി ലൈനിൽ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. മൾട്ടി ലൈനിന്റെ ജസ്റ്റിഫിക്കേഷന്, മൾട്ടി ലൈനിന്റെ സ്കെയിലിങ്, മൾട്ടി ലൈനിന്റെ സ്റ്റൈല്, മൾട്ടി ലൈൻ എഡിറ്റ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത സെക്ഷനാണ് എക്സൽ ലൈന്. എക്സൽ എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ റെഫറൻസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ലൈനാണ്. ഇപ്പൊ ആർക്കിടെക്ചറാണ് കൂടുതൽ യൂസ് ചെയ്യുക. ഇപ്പൊ ഇവിടെ ഡ്രോ ടൂളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എക്സൽ ലൈൻ എന്ന് പറഞ്ഞിട്ട് കൺസ്ട്രക്ഷൻ ലൈൻ എന്നാണ് പേര്. എക്സൽ എന്നാണ് ഷോർട്ട് കട്ട്. കണ്ട നമുക്ക് ഇങ്ങനെ റെഫറൻസ് എടുത്ത് വരക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ എക്സൽ ലൈനിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടാവില്ല, എൻഡിങ് പോയിന്റ് ഉണ്ടാവില്ല. ഇൻഫിനിറ്റ് ലൈൻ ആയിരിക്കും. ഒരു പിക് പോയിന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട, നമുക്കിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് ലൈൻ പൊക്കോളും. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ വെർട്ടിക്കൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇത് ബേസ് വെച്ചിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ വരച്ച് വരും. പ്ലാനാ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് കേട്ടോ. നമ്മൾ ഇനി നോർമൽ ഇത് പഠിച്ചു കഴിഞ്ഞാല് നമ്മൾ അളവിന് വേണ്ടിയിട്ട് ലൈനൊന്നും ഉപയോഗിച്ച് ഇങ്ങനെ വരച്ചോണ്ടിരിക്കില്ല. ഓക്കെ. നമ്മ ഒരൊറ്റ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം പോവാൻ വേണ്ടിട്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത വെച്ചാല് നമുക്കിങ്ങനെ ഇതിന്റെ സബ് ഓപ്ഷനുകൾ ഉണ്ട്. ഹൊറിസോണ്ടൽ എടുത്ത് ഇങ്ങനെ ഹൊറിസോണ്ടൽ വെക്കാം. ഇപ്പൊ വെർട്ടിക്കൽ എടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ആണ്ടാ. അല്ലാന്നുണ്ടെങ്കിൽ നോർമലി ആദ്യം ഞാൻ കാണിച്ചില്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ അതിന് ബൈസെക്ട് ഉണ്ട്. ബൈസെക്ട് എന്ന് പറഞ്ഞാൽ ആംഗിള് കൊടുക്കാം. കണ്ടാ, എത്ര ആംഗിൾ വേണ്ടെന്നുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. ഇതാണ് എക്സൽ ലൈൻ. ഇനി ഡ്രോ ടൂളിൽ നമുക്ക് അടുത്തതാണ് റേ ലൈൻ. RAY തന്നെയാണ് ഷോർട്ട് കട്ട്. റേ ലൈൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടാവും, എൻഡിങ് പോയിന്റ് ഉണ്ടാവില്ല. കണ്ട, സ്റ്റാർട്ടിങ് പോയിന്റ് നമുക്ക് കിട്ടും, എൻഡിങ് പോയിന്റ് നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ ഒരു ഇതിൽ നിന്നൊക്കെ എലിവേഷൻ പ്രൊജക്ഷൻ ഒക്കെ വരക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യണം. മെയിൻലി യൂസ് ചെയ്യണം എലിവേഷൻ ഒക്കെ വരക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മളെ ലൈനുകൾ. മൾട്ടി ലൈന്, പോളി ലൈന്, നോർമൽ ലൈന്, പിന്നെ എക്സൽ ലൈന്, പിന്നെ റേ ലൈന്, അങ്ങനത്തെ ലൈൻ ടൈപ്പുകളാണ് ഇന്ന് എടുത്തത്. ഇതൊക്കെ ഇമ്പോർട്ടന്റ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മൾട്ടി ലൈൻ ഇമ്പോർട്ടന്റ് ആണ്. അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതുണ്ടെങ്കിൽ നമുക്ക് വരച്ച് പോകാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ശരി.